Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് വേണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചോക്ലേറ്റ് ബാർ വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ബാറാണ്. ഇത് 150 ഗ്രാം ഉണ്ട്. അതൊന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതിനെ ചെറിയ ചങ്ക്സ് ആയിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ കറക്റ്റ് ആയിരിക്കണം. നല്ലതുപോലെ വടിച്ച് വേണം മെഷർ ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വൈറ്റ് ഷുഗറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറുതായിട്ട് സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആവുന്നത് വരെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 മിനിറ്റ് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ അരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയും സോൾട്ടും ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലോർ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില കൊണ്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കുക്കീസ് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേണമെങ്കിൽ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ 1 മാസം വരെ ഇത് ഇരുന്നോളും. ഇനി ഈ കുക്കീസ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമുക്കൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കി ഡോ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് വെച്ച് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഡോ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൈകൊണ്ട് ബോൾസ് ആക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ കുക്കീസും വെച്ച് കൊടുക്കുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെച്ച് കൊടുക്കാൻ. കാരണം ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ അത് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കീസ് വലുതാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ചോക്ലേറ്റിൻ്റെ ആ ഒരു പീസസ് ഒന്ന് വെച്ച് കൊടുക്കണം. ചോക്ലേറ്റ് ചിപ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സ് കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കുക്കീസ് ചെയ്യുന്നത് ഓവനിലാണ്. ഓവനില്ലാതെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ഡോ കൊണ്ട് നമുക്കൊരു 24 കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 30 മിനിറ്റ് ഈ കുക്കീസൊക്കെ ഒന്ന് ഫേമായിട്ട് വരുന്നത് വരെ ഇതിനൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കീസ് ഒരുപാട് സ്പ്രെഡായി പോവാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കിനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രി സെൽഷ്യസിൽ 15 തൊട്ട് 18 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഈ ട്രെയിൽ തന്നെ വെക്കണം. ട്രെയിലിരുന്ന് കുറച്ച് സമയം തണുത്തതിന് ശേഷം നമുക്കതിനെ ഒരു വയർ റാക്കിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം.
അപ്പോൾ ഈ കുക്കീസ് ബേക്ക് ചെയ്ത ഉടനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഓവർ ബേക്ക് ചെയ്യരുത്. മാക്സിമം ഒരു 20 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാവുള്ളൂ. ബാക്കിയുള്ള കുക്കിയുടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള കുക്കീസാണിത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതെൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.